ഇപ്പോൾ ജയലളിത, ഇന്ദിരാഗാന്ധി അത്തരം വ്യക്തിത്വങ്ങളെ ഈ മീരയോട് അടുപ്പിക്കുന്നത് അവരിലെ എന്തംശമാണ്? ജയലളിത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അതേപോലെ അവര് ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെ അവർ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഷി വാസ് വെരി ബ്രില്യൻറ്റ്. ഇന്ന് വരെ പിടിച്ചു നിന്നിട്ട് ഷീസ് എ വെരി സ്ട്രോങ്, ഷീസ് എൻ അയൺ ലേഡി ആക്ച്വലി. അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് ഭയങ്കര ആരാധന ഉള്ളത്. ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ? ബട്ട് ജയലളിത, ഓക്കെ, ഇന്ദിരാഗാന്ധി ഷീസ് ഫ്രം ദ ഫാമിലി, ഷീസ് ഫ്രം ദ ഗാന്ധി ഫാമിലി. ബട്ട് ജയലളിത വന്നിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. ഷീ നെവർ എക്സ്പെക്ടഡ് ടു ബി ഒരു CMO, അല്ല ഷീ വാസ് നെവർ എക്സ്പെക്ടഡ് ടു ബി എ റൂളർ അല്ലേ. ബട്ട് ഈവൻ ദെൻ ഷീ ബിക്കെയിം എ റൂളർ. പിന്നെ അവരുടെ ഒരു ധൈര്യം, ഓഫ് കോഴ്സ് ഇന്ദിരാഗാന്ധി അതാണ്. ബട്ട് ഇത് വേറെ ഒരു അല്ല, അങ്ങനെ പ്രചോദിപ്പിച്ച ആളുകൾ കേരളത്തിൽ ഇല്ലേ? ഒരു പക്ഷേ മീരയ്ക്ക് ഏറ്റവും വിഷമമുണ്ടായ ഒരു സമയത്ത് മീരയുടെ ഒരു കരുത്തായിട്ട് നിന്നത് ഈ IG ശ്രീലേഖയാണ്. ഡെഫിനറ്റ്ലി എനിക്ക് കേരളത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് IG ശ്രീലേഖ. ഞാൻ അവരെ ഏഞ്ചൽ എന്നാണ് വിളിക്കാറ്. ഞാൻ എവിടെയും പറയും അത്. ഈയിടെ ഒരു റൈറ്റപ്പില് ഞാൻ അത് അടുത്തിടെ അറിഞ്ഞത്, എനിക്കൊന്ന് വനിതയിലെ ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോഴാന്ന് തോന്നുന്നു, അവരുടെ ഹസ്ബൻഡ് അവരെ കണ്ടുമുട്ടുന്ന എന്തോ സമയത്ത് അവർ ഏഞ്ചൽ, ആ സമയത്ത് എന്തോ ഏഞ്ചൽ എന്ന് എഴുതി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്നെ മീര ജാസ്മിനെ വിളിക്കുന്നത്. അത് ഈയിടെ ഞാൻ അറിഞ്ഞത്. സോ ഐ എം വെരി ലക്കി ആക്ച്വലി. അവർ ഹസ്ബൻഡിന് ശേഷം അവരുടെ ഉള്ളിലുള്ള ഒരു മാലാകെ കണ്ടെത്തിയത് എന്നെ കൊണ്ടത് കണ്ടെത്താൻ സാധിച്ചല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല സ്ത്രീയാണ്. അവരുടെ നല്ല മനസ്സും എന്നും അവർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്ത്രീയാണ്. ഇപ്പൊ മീരയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ മീരയുടെ കൂടെ നിന്നതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? ഓഫ് കോഴ്സ്. ഇപ്പൊ എനിക്കും ഞാനതാ പറഞ്ഞു, ഞാനോ മീര ജാസ്മിൻ ആയതുകൊണ്ട് അവര് അങ്ങനെ നിന്നതല്ല. എന്നെ പോലെ വേറൊരു കുട്ടിക്ക് അല്ലെ വേറൊരു വ്യക്തിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. അതാണ് അവരുടെ മനസ്സ്. ഇതൊക്കെ പറയുമ്പോൾ ഒരു വനിതാ വിമോചക പ്രസ്ഥാനത്തിലേക്കൊന്നും യാതൊരു തരത്തിലും മീരയ്ക്ക് താല്പര്യമില്ല. അത് പറയാൻ എന്തുകൊണ്ട്? കാരണം അത് അപ്പോഴും മീര ഈ കേരളത്തിലെ എന്താ പറയുക, തനി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും. ഈവൻ ലേഡീസ് ആർ വെരി പവർഫുൾ. അവരുടെ ഫ്രീഡം, അവരുടെ റിസർവേഷൻ, വാട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് ദേ ഹാവ് ദർ ഓൺ. കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ ഒരു പയ്യന് ഹൈറ്റ് കൂടുതലും പെണ്ണിന് ഹൈറ്റ് കുറവും. അതാണ് രസം കാണാൻ. അതേപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്ക് കൊടുക്കേണ്ട ഒരു ഡോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. വേറെ നമുക്ക് സ്ത്രീകൾ അനുഭവിക്കേണ്ടതായ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് അവർക്ക് വേണം. ബട്ട് എനിക്കെപ്പോഴും ഒരു പുരുഷന്റെ എന്താ പറയാ ഒരു ഡോമിനേഷൻ ഞാൻ ഒരിക്കലും അതിനെ പറയില്ല. അവരുടെ ഒരു ചെറുകിൻ കീഴിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരെ നമ്മൾ അനുസരിച്ചിട്ട് അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവരെ ഭക്തിയോടെ നമ്മൾ കാണുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. സോ ഞാൻ ഫീമെയിൽ ആണ്, എനിക്ക് എൻ്റെ റൈറ്റ്സ് കൊടുക്കണം, ഈക്വൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞൊന്നും വാങ്ങിക്കേണ്ട കാര്യങ്ങളല്ല. അത് നമ്മുടെ ബന്ധത്തിൽ നമുക്ക് നാച്ചുറലി വന്ന് ചേരേണ്ട ചില കാര്യങ്ങളാണ്. സോ ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ്. ഈ പുരുഷൻ ഒരുപാട് സ്ത്രീകളെ എന്താ പറയുന്നത് ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഒരുപാട് കഥകൾ നമ്മൾ നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ അതിനോട് പ്രതികരിക്കണം എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലേ? പുരുഷനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര വിയേർഡായിട്ടുള്ള ലേഡീസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മൾ പുരുഷന്മാരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈക്വലി ഇതായിട്ടുള്ള ബാഡായിട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പിന്നെ ഇപ്പൊ പുരുഷനോ സ്ത്രീയോ എനിക്ക് അങ്ങനെ വേർതിരിച്ച് കാണാൻ എനിക്ക് പറ്റത്തില്ല. ഐ ഡോണ്ട് നോ. എനിക്കിത് പലതവണ ഞാൻ സിനിമ ചെയ്യുമ്പോഴും ഫീമെയിൽ ഓറിയന്റഡ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് എന്ന് പറയാൻ ഇഷ്ടമില്ല. ഞാനിപ്പോ ഒരു ഓക്കെ എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്കത് മീര ജാസ്മിൻ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിൽ അഭിനയിച്ചു, എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ഒരിക്കലും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടോ കൊടിയൊന്നും പിടിച്ചൊന്നും നടന്നിട്ടൊന്നുമില്ല. സോ ഐ എം ബോൺ ആസ് എ ഗേൾ. ഞാനൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. സോ ഒരിക്കലും അതിനെ ഡോമിനേറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. വനിത എന്നുള്ള നിലയിൽ പലപ്പോഴും നടിമാരോടൊപ്പം അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണും. പല തീരുമാനങ്ങളിലും അവർക്കൊരു പങ്കും ഉണ്ടാവാം. പക്ഷെ മീരയുടെ കാര്യത്തിൽ അങ്ങനെ ആർക്കും ഒരു പങ്കുള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാ തീരുമാനങ്ങളും സ്വയമാണ് എടുക്കുന്നത്. അതെ, എൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണെല്ലാം. ഞാൻ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൻ്റെ പേരൻസ് എന്ന് വെച്ചാൽ അവര് എൻ്റെ എൽഡർ ബ്രദർ എന്നെക്കാളും എനിക്ക് സുഖമില്ലാത്തൊരു ബ്രദർ ഉണ്ട്. അപ്പൊ എന്നെക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട്. ഹീസ് എൽഡസ്റ്റ് ഇൻ ദ ഫാമിലി. അദ്ദേഹം ഫിസിക്കലി ചലഞ്ച്ഡ് ആണ്.
എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ പേരൻസ് വളരെ ഏജ്ഡ് ആയി. അപ്പൊ എനിക്ക് എൻ്റെ പ്രഷേഴ്സ് ഒന്നും എൻ്റെ പേരൻസിനെ അറിയിക്കാൻ താല്പര്യമില്ല. എനിക്ക് ചെറിയ വേദനയോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒന്നും അറിയിക്കില്ല. അവരുടെ മുന്നിൽ ഞാൻ ചിരിച്ചേ നിൽക്കുള്ളൂ. ഇപ്പൊ എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ 2020 ഒക്കെ ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നൊക്കെ പ്രചരിപ്പിച്ച് നടന്നു, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അങ്ങനെ പല പല പ്രൊഫഷണൽ ആകുമ്പം നമ്മുടെ ഫീൽഡിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പോലും എൻ്റെ മദറിന്റെ അടുത്ത് ഞാൻ പറയുകയോ അല്ലെ അവരെ ഞാൻ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി അവരെ ടേക്ക് കെയർ ചെയ്യുക, അവരെന്നെ ടേക്ക് കെയർ ചെയ്യില്ല. എൻ്റെ ബേബീസ് ഇപ്പൊ അവരാ. കുറെ നാൾ മുമ്പ് ഞാനായിരുന്നു അവരുടെ ബേബി. ഇപ്പം എൻ്റെ മദറും എൻ്റെ ഫാദറും എൻ്റെ എൽഡർ ബ്രദറും ആണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബേബീസ്. സോ അവർക്ക് ഞാൻ ഒരിക്കലും ഒരു ബേർഡനോ ഒരു പ്രഷറോ ഞാൻ കൊടുക്കില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. ഞാൻ തന്നെ തീരുമാനിച്ച് എന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഞാനാണല്ലോ ഡിസിഷൻ എടുക്കുന്നത്, അത് ഞാൻ തന്നെ അനുഭവിക്കും. മീര പറയുന്നു ചില കാര്യങ്ങളിൽ പുരുഷന്റെ ഒരു ആധിപത്യം അംഗീകരിച്ചു കൊടുക്കാൻ ഒരു വൈമനസ്യവും ഇല്ല എന്ന്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ സ്വതന്ത്രമായി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക? ഇപ്പോൾ ജയലളിതയോ ഇന്ദിരാഗാന്ധിയോ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഇല്ല, അതിലെനിക്ക് ഇല്ല. ഐ ഓൾവേസ് ഫീൽ പ്രൗഡ്. ഇപ്പോൾ ടു ബി എ പാർട്ട് ഓഫ് ഒരു പുരുഷന്റെ ഒരു ഇതായിട്ട് നിൽക്കാൻ ഞാൻ വളരെ പ്രൈഡായിട്ട് ഫീൽ ചെയ്യുന്നു, പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഓക്കെ, എന്നെ ആരും അങ്ങനെ പ്രഷറൈസ് ചെയ്യാനൊന്നും ഇത് എൻ്റെ ലൈഫിൽ ഇതുവരെ ആരും വന്നിട്ടില്ല. ഓഫ്കോഴ്സ് ഇപ്പോൾ രാജേഷ് ആണെങ്കിൽ പോലും എന്നെ ഒരിക്കലും അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഒരു കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാനത് മനസ്സിലാക്കി എടുക്കണം. ഐ റെസ്പെക്ട് ഹിം. അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ഇതും ഞാൻ കൊടുക്കും. അദ്ദേഹം പറയുന്നതിനെ ഞാൻ അംഗീകരിക്കും, മൂളും, എല്ലാം കേൾക്കും. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയും തിരിച്ച്, ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയും. അപ്പം എൻ്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹവും എനിക്ക് നല്ല ഒരു ഇതായിട്ടുള്ളൊരു വ്യക്തി എനിക്ക് കിട്ടി ഉണ്ടല്ലോ. അദ്ദേഹം എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇവിടെ. ഒരു അഭിനേത്രി എന്ന നിലയിൽ 100% മീര ജാസ്മിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണിത് രാജേഷുമായിട്ടുള്ളത്. തീർച്ചയായിട്ടും. ആസ് ആൻ ആക്ട്രസ് എനിക്കൊന്ന് എന്നെ തന്നെ പലതവണ പുള്ളി പറയും, യു ആർ ബോൺ ആസ് എൻ ആർട്ടിസ്റ്റ്, യു ഹാവ് ടു ലിവ് ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് യു ഹാവ് ടു ഡൈ ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയും പുള്ളി. എന്നും പറയാം. അങ്ങനെ അത്രയ്ക്ക് സപ്പോർട്ട് വരുന്ന ഒരു വ്യക്തിയാണ് രാജേഷ്. ബിക്കോസ് ദേ ആർ ഫ്രം നമ്മളെക്കാളും ഇന്നും കുറച്ചുകൂടെ ഒരു ഹാർഡ് കോർ ആർട്ടിസ്റ്റിക് ഫാമിലി എന്നാണ് അവര്. മോർ ഇൻ ടു ആർട്ടല്ല. അവർ ജനിച്ചതും അവരുടെ ഫാദറും അവരുടെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അങ്ങനെ ഒരു രീതിയിൽ വന്ന ഒരാളുകളാണ്. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് അതിന്റെ വാല്യൂ അറിയാവുന്നത്. വലിയൊരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ എന്താ ഇപ്പം എന്ത് പറഞ്ഞാലും ഒരു ലോഹിയങ്ങള്, അതെ, എന്ത് പറഞ്ഞാലും ലോഹിയങ്ങളെ പറയുള്ളൂ. Different people, one home. ManoramaOnline.com, your home